നമുക്ക് ഈ ഒരു സെഷനിൽ വൈറ്റമിൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വൈറ്റമിൻസ് നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. ഇതിൽ നിന്ന് സാധാരണ ചോദിക്കുന്നത് ഫൈൻഡ് ദ ഓഡ് വൺ ക്വസ്റ്റ്യൻ തൊട്ട് കെമിക്കൽ നെയിമിൻ്റെ ക്വസ്റ്റ്യൻ തൊട്ട് ഡെഫിഷ്യൻസി ഡിസീസിൻ്റെ തൊട്ട് നല്ല അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്. ഒരു 10 എക്സാം എടുത്തു കഴിഞ്ഞാൽ ഒരു 7 എക്സാമിലാണ് വൈറ്റമിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. അത് ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് വരും. ഇപ്പോൾ റെയിൽവേയുടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്ഥിരം ചോദിക്കുന്നതാണ് റിക്കറ്റ്സ് ഇറ്റ്സ് എ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വിച്ച് വൈറ്റമിൻ. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ തന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഡിയേഷൻ എന്ന് ചോദിക്കും. അന്നത്തെ ആദ്യത്തെ ഓപ്ഷനായിട്ട് സൺലൈറ്റ് വരും, രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് യു വി ലൈറ്റ് വരും. നമ്മളെല്ലാം സൺലൈറ്റ് മാർക്ക് ചെയ്തിട്ട് വരും. പക്ഷേ സൺലൈറ്റും യു വി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എന്ത് കൊടുക്കണം? യു വി ആണ്. ഓക്കെ, ഇത് പല ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്തും കണ്ടിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസിനകത്തും ചോദിച്ചിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് അടിച്ചുറപ്പിക്കാനുണ്ട് അതിനകത്ത്, അല്ലേ? അതായത് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇതിനകത്ത് സിമ്പിളി ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും. എന്നാൽ കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെയുള്ള. പിന്നെ നമുക്ക് ഇതൊരു എന്താ പറയേണ്ടത്, ഈസി ടോപ്പിക്കാണെന്ന് വെച്ചാൽ ഈസി ടോപ്പിക്കാണ്. പക്ഷേ അതിനകത്തുള്ള കുറച്ച് കെമിക്കൽ നെയിംസ് ഉണ്ട്. എല്ലാം ഒന്നും പഠിക്കാൻ പറയത്തില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമേ വൈറ്റമിൻസ് ആർ ഓർഗാനിക് മൈക്രോ ന്യൂട്രിയൻസ് എസെൻഷ്യൽ ഫോർ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാർബൺ കോമ്പൗണ്ട്സ് ആർ നോൺ ആസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ദേ ആർ സിംപ്ലി ഓർഗാനിക് മീൻസ് കാർബൺ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, സിമ്പിൾ. ഓക്കെ, മൈക്രോ ന്യൂട്രിയൻസ് മീൻസ് ചെറിയ അളവിൽ മതി, അല്ലേ? അപ്പോൾ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. മൈക്രോ ന്യൂട്രിയൻസ് ആയതുകൊണ്ട് ചെറിയ അളവിൽ മതി, അല്ലേ? നമുക്കൊരു പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം ഏകദേശം ആവും. സപ്ലിമെൻറ്റ് അത്രയും ചെറുതാണ്, അല്ലേ? അപ്പോൾ മൈക്രോ ആണ് കുറച്ചുള്ളത്. ഇനി മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അതാണ് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഫാറ്റ്സും എല്ലാം, അതൊക്കെയാണ് മാക്രോ, നല്ല അളവിൽ വേണം. ഓക്കെ, ദ നെയിം വൈറ്റമിൻ വാസ് ഗിവൺ ബൈ ദ പോളിഷ് സയൻറ്റിസ്റ്റ് കാസ്മർ ഫാങ്ക്. ഇത് റീസെൻ്റായിട്ട് ചോദിച്ച സീരിയൽ ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കാറാണ്. പക്ഷേ ഇത് ഓർത്തിരിക്കുക, പോളണ്ടുകാരനായ സയൻറ്റിസ്റ്റായ കാസ്മർ ഫങ്കാണ് വൈറ്റമിൻ എന്നുള്ള പേര് നൽകിയത്. വൈറ്റമിൻ ഇങ്ങനെയാണ് അതിൻ്റെ പേര്, മീൻസ് എസെൻഷ്യൽ. നിങ്ങൾക്ക് വിറ്റാമിൻ എന്നോ വൈറ്റമിൻ എന്നോ നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാം, വിച്ച് മീൻസ് എസെൻഷ്യൽ എന്നേ ഉള്ളൂ. ഇനി വൈറ്റമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ടൈപ്പ് വൈറ്റമിൻസ് ആണുള്ളത്, ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിളും. അപ്പോൾ കൊഴുപ്പിൽ അലിയുന്നതാണ് ഫാറ്റ് സോലുബിൾ, വെള്ളത്തിൽ അലിയുന്നത് വാട്ടർ സോലുബിൾ. അപ്പം കൊഴുപ്പിൽ മാത്രം അലിയുന്നതെന്നല്ല, കൊഴുപ്പിലാണ് അത് നന്നായിട്ട് അലിയുന്നത്, ഫാറ്റ് സോലുബിൾ. ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഈ വെള്ളത്തിലിട്ട് അലിയത്തില്ല, അത് മറ്റേ പെട്രോളും ഡീസലൊക്കെ മുങ്ങിക്കിടക്കുന്നതൊക്കെ അവിടെ കിടക്കും. ഓക്കെ, അപ്പം 2 ടൈപ്പ് വൈറ്റമിൻസ്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. ഇനി വൈറ്റമിൻസ് വിച്ച് ആർ സോലുബിൾ ഇൻ ഫാറ്റ് ആർ നോൺ ആസ് ഫാറ്റ് സോലുബിൾ. അത് 4 ADEK. നമുക്കിങ്ങനെ പഠിക്കാം, ഫാറ്റ് കേട എന്നാലോചിക്കാം. ഫാറ്റ് ശരീരത്തിന് കേടാണ്, KEDA. അടക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിക്കും, അതിനേക്കാൾ നല്ലത് ഫാറ്റ് കേട എന്ന് പഠിക്കുക. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ എ. ഇതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഫൈൻഡ് ദ ഓഡ് വൺ. എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, വിച്ച് ഈസ് ദ ഓഡ് വൺ. നമുക്കൊരു കോഡുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വർക്കൗട്ട് ഷീറ്റിനകത്ത് ഫാറ്റ് കേടാന്ന് എഴുതുക. എ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, ഇങ്ങനെ വെട്ടുക. അപ്പോൾ കെ വന്നായിരുന്നെങ്കിൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആയിരുന്നു, പക്ഷേ വന്നത് അതാണ്, ഒരു വാട്ടർ സോലുബിൾ വൈറ്റമിനായ വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഓഡ് വൺ ഏതാണ്? സി ആണ്, അല്ലേ? വൈറ്റമിൻ സി ആണ് ഓഡ് വൺ. ഓക്കെ, ഇനി ഓരോ വൈറ്റമിൻസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ADEK എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വൈറ്റമിൻസ് ആയിട്ട് പഠിക്കണം. ജസ്റ്റ് അതിന് മുമ്പേ വൈറ്റമിൻസ് വിച്ച് ആർ സോലുബിൾ ഇൻ വാട്ടർ ഈസ് നോൺ ആസ് വാട്ടർ സോലുബിൾ. അത് ബി കോംപ്ലക്സ് വൈറ്റമിനും വൈറ്റമിൻ സി ആണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ബി കോംപ്ലക്സും പറഞ്ഞിട്ടുണ്ട്. ഓരോ വൈറ്റമിൻസ് ആയിട്ട് ADEK എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കണം. അതിനകത്താണ് കാര്യം, അതിനകത്തുനിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടാതെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എത്ര ഉണ്ടെണ്ണോ, അല്ലെങ്കിൽ വാട്ടർ സോലുബിൾ എത്ര ഉണ്ടെന്ന് ചോദിക്കാം.
മൊത്തം എത്ര വൈറ്റമിൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും 13 വൈറ്റമിൻസാണ് ഉള്ളത്. എക്സാം പെർസ്പെക്റ്റീവിലാണ്. ഓക്കെ, 4 നമ്മൾ പഠിച്ചു. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് 4. ബാക്കി 9 ഉണ്ട്. ഓക്കെ, അതിൽ 8 ബി കോംപ്ലക്സും ഒരു വൈറ്റമിൻ സി ആണ്. 8 ബി കോംപ്ലക്സും വൈറ്റമിൻ സി ആണ്. അപ്പോൾ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് 8 ഉണ്ട്. B1, B2, B3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് പേര് വരുന്നത്. ഓക്കെ, അങ്ങനെ മൊത്തം 13 നമുക്ക് ഇങ്ങനെ അറിയാം. ബിനെ ഒരു 8 സങ്കല്പിച്ചാൽ മതി. ബീനെ നമ്മളൊരു 8 സങ്കല്പിച്ചാൽ മതി. 8 ബി വൈറ്റമിൻസ്, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് 8 ഓക്കെ, ആദ്യമേ നമുക്ക് ഒരു എന്താ പറയേണ്ടത്, കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്തത് വൈറ്റമിൻ എയെ കുറിച്ച് പോകണം കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. there are 13 വൈറ്റമിൻസ് ഞാൻ പറഞ്ഞു. 9 വാട്ടർ സോലുബിൾ ആൻഡ് 4 ഫാറ്റ് സോലുബിൾ. ഫൈൻഡ് ദ ഓഡ് വൺ. വൈറ്റമിൻ എ, ഡി, ഇ, സി നമുക്കറിയാം. ഫാറ്റ് കേട. അപ്പോൾ എ, ഡി, ഇ ഉണ്ട്. സി ആണ് ഓഡ് വൺ. എന്നാൽ ഇതിൻ്റെ കുറച്ചും കൂടെ നിലവാരത്തിലുള്ള അതേ ക്വസ്റ്റ്യനാണ് ഈ തന്നിരിക്കുന്നത്. മറ്റേത് CHSL ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് CGL ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു നിലവാരം കൂടിയ ക്വസ്റ്റ്യനാണ് തൊട്ട് താഴെ തന്നേക്കുന്നത്. റെറ്റിനോൾ, കാൽസിഫറോൾ, ടോക്കോഫറോൾ, അസ്കോർബിക് ആസിഡ് ഇറ്റ് ഈസ് ഓഡ് വൺ. സത്യം പറഞ്ഞാൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണിത്. ലെവൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മൾ അറിവും കൂട്ടണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് സിംപിളി നമ്മൾ ഓഡ് വൺ എളുപ്പമുള്ള ഓഡ് വൺ ആണ്. പക്ഷേ ഈ രണ്ടാമത്തെ നോക്കിക്കേ, സയൻറ്റിഫിക് നെയിമാണ്. വൈറ്റമിൻ എയുടെ സയൻറ്റിഫിക് നെയിമാണ് റെറ്റിനോൾ. വൈറ്റമിൻ ഡിയുടെ ആണ് കാൽസിഫറോൾ. വൈറ്റമിൻ ഇയുടെ ആണ് ടോക്കോഫറോൾ. അസ്കോർബിക് ആസിഡ് എന്നുള്ളത് വൈറ്റമിൻ സിയുടെ ആണ്. ഓഡ് വൺ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, ശരി. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. വൈറ്റമിൻ സോലുബിൾ ഇൻ മിൽക്ക്. പാലിൽ അലിയുന്ന വൈറ്റമിൻസ് ഏത്? എ ഫാറ്റ് സോലുബിൾ, ബി വാട്ടർ സോലുബിൾ, സി ഫാറ്റ് സോലുബിൾ ആൻഡ് വാട്ടർ സോലുബിൾ, ഡി നൺ. ഏതാണ്? പാലിന് നണ്ണെന്ന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഉത്തരം ഫാറ്റ് ആൻഡ് വാട്ടർ സോലുബിൾ. കാരണം പാലിനകത്ത് എന്തൊക്കെയുണ്ട്? കൊഴുപ്പും ഉണ്ട്, വെള്ളവും ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ എച്ച് സോലുബിൾ ഇൻ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ആൻഡ് വാട്ടർ അല്ലേ, ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിളും. കാരണം പാലിനകത്ത് രണ്ടും ഉള്ളതുകൊണ്ട് രണ്ടും അലിയും. ഓക്കെ, ശരി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓരോ വൈറ്റമിൻസായിട്ട് ഡിസ്കസ് ചെയ്ത് പോകണം. സിമ്പിളാണ്, നന്നായിട്ട് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് ചോദ്യമുണ്ട്, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെയാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഈസ് നോൺ ആസ് റെറ്റിനോൾ അല്ലേ, കെമിക്കൽ നെയിമാണ് റെറ്റിനോൾ. നമ്മൾ ഇതിനകത്ത് വൈറ്റമിൻ എ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ കണ്ണുമായിട്ട് അങ്ങ് കോറിലേറ്റ് ചെയ്താൽ മതി. കണ്ണുമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ എയുടെ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് പറയാം. വൈറ്റമിൻ എ ആയിട്ട് ബന്ധപ്പെട്ട് ഡെഫിഷ്യൻസി ഡിസീസ് എല്ലാം തരും. അതെല്ലാം കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. എവിടെയെങ്കിലും കണ്ണുമായിട്ടൊരു ക്ലൂ കാണും. അപ്പോൾ വൈറ്റമിൻ എ കണ്ണുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും റെറ്റിനോൾ. അപ്പോൾ റെറ്റിനോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണിനകത്തുള്ള ഒരു ലെയറാണ് റെറ്റിന. കണ്ണിനകത്തുള്ളതാണ് നമുക്ക് കൊച്ചു ക്ലാസ് തൊട്ടേ അറിയാം. റെറ്റിന എന്ന് പറഞ്ഞാൽ കണ്ണിനകത്തുള്ളൊരു ഭാഗമാണ്, ഒരു പാളിയാണ്. നമ്മൾ ഐ എടുക്കുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ റെറ്റിന അല്ലെങ്കിൽ റെറ്റിനോൾ അപ്പോൾ ആരായിരിക്കും? കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തല്ലേ? കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ. പിന്നെ സിമ്പിൾ ഐ ഫങ്ഷനിങ് വൈറ്റമിൻ എ. ഡെഫിഷ്യൻസി ഡിസീസ് അത് കണ്ണുമായിട്ടുള്ള കണക്ഷൻ കാണും. കണ്ണിലായിരിക്കും ഡെഫിഷ്യൻസി ഡിസീസ്. കണ്ണിൻ്റെ ഫംഗ്ഷനാണ് വൈറ്റമിൻ എ വേണ്ടത്. ഓക്കെ, സെറോഫ്താൽമിയ നൈറ്റ് ബ്ലൈൻഡ്നസ്. ബ്ലൈൻഡ്നസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി കൊടുക്കാം. എന്താണ്? വൈറ്റമിൻ എ ആയിരിക്കും. കാരണം ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നമുക്ക് ബാധിക്കുന്ന അവയവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെയാണ്. കണ്ണിനെ ബാധിക്കുന്ന കണ്ടീഷനാണ് ബ്ലൈൻഡ്നസ്. നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ നിശാന്തത, അതായത് ഡിം ലൈറ്റിൽ കാണാൻ പറ്റത്തില്ല. ഡിം ലൈറ്റിൽ കാഴ്ച കുറയുന്ന കണ്ടീഷനാണ് ഈ പറയുന്ന നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ നിശാന്തത എന്നുള്ളത്. ഇനി സെറോഫ്താൽമിയ എന്ന് പറഞ്ഞതും കണ്ണിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. സീറോ അല്ലെങ്കിൽ സെറ എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നാണ് അർത്ഥം. ഒഫ്താൽമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഐസ് ആണ്. അതുകൊണ്ടാണ് കണ്ണ് ഡോക്ടറിനെ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഡ്രൈ ഐസിന് വിളിക്കുന്ന കെമിക്കൽ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ടേമാണ് സെറോഫ്താൽമിയ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നസ്, സെറോഫ്താൽമിയ രണ്ടും ഒരു കണ്ടീഷനാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ല, കണ്ണ് വരളുന്ന കണ്ടീഷനാണ് ഡ്രൈ ഐസ്. മറ്റേത് കാഴ്ചക്കുറവാണ്, നിശാന്തതയാണ്, ഡിം ലൈറ്റിൽ കാണാൻ പറ്റത്തില്ല. ഇനി അതിനകത്തുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് റോഡ് സെൽസ്. അപ്പോൾ കണ്ണിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്, റോഡ് സെൽസും കോൺ സെൽസും. തമ്മിലുള്ള വ്യത്യാസം എന്താണ് റോഡ്, എന്താണ് കോണെന്ന് അറിഞ്ഞിരിക്കണം. സംഭവം ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് കംപ്ലീറ്റ് വിഷൻ കിട്ടുന്നത്. ഓക്കെ, റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദണ്ട് കണക്കിരിക്കും, കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണ് കണക്കിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നേക്കുന്നത്. അപ്പം റോഡ്, കോഡ്.
പക്ഷേ ഇതിനകത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷനാണ്. രണ്ട് കണക്കിരിക്കുന്ന റോഡ് സെൽസിൻ്റെ ഫങ്ഷൻ എന്ത്, കോൺ സെൽസിൻ്റെ ഫങ്ഷൻ എന്ത്. ഓക്കെ, സിമ്പിളാണ്. റോഡ് സെല്ലിൻ്റെ ഫങ്ഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന റോഡിനെ ഇങ്ങനെ ആലോചിക്കും, ROAD റോഡാക്കും. അപ്പോൾ ആ റോഡെന്ന് പറയുമ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതായത് നമ്മൾ ആ സീബ്ര ലൈൻസൊക്കെ ആലോചിച്ചാൽ മതി. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനാണ് റോഡ് സെൽസ്. കണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളും റോഡ് സെൽസാണ്. ഓക്കെ, ഇനി കോൺ സെൽ കളറാണ്. ഓക്കെ, കളറിലും CO, കോണിലും CO. കളർ വിഷന് സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ സെൽസ്. എന്നാൽ ഡിം ലൈറ്റിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ നൽകുന്നതാണ് റോഡ് സെൽസും കോൺ സെൽസും. ഓക്കെ, അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ റോഡ് സെൽസ്, കളർ വിഷൻ കോൺ സെൽസ്, രണ്ടും കൂടെ ആകുമ്പം കംപ്ലീറ്റ് വിഷൻ. ഇതിനകത്ത് പ്രധാനമായിട്ട് വൈറ്റമിൻ A വേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന റോഡ് സെൽസിൻ്റെ ഫങ്ഷനിങ്ങിനാണ്. അപ്പോൾ റോഡ് സെൽസിൻ്റെ ഫങ്ഷനിങ്ങിന് ആ വൈറ്റമിൻ A എസെൻഷ്യലാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമുക്ക് വൈറ്റമിൻ D ഡിസ്കസ് ചെയ്യാം. വൈറ്റമിൻ A സിമ്പിളാണ്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞിരുന്നു ആൻറ്റി ഓക്സിഡൻസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു വൈറ്റമിൻ Aക്ക് എന്തുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി വൈറ്റമിൻ Aയുടെ ഒരു റിച്ച് സോഴ്സാണ് നമ്മളെ ക്യാരറ്റ് എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് കരോട്ടീൻ എന്ന് പറയുന്ന വർണ്ണവസ്തുണ്ട്. ഈ കരോട്ടിനെ വൈറ്റമിൻ A ആക്കി ആര് മാറ്റും, നമ്മുടെ ശരീരം മാറ്റിക്കോളും. അല്ല, പിഗ്മെൻറ്റ് കരോട്ടിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ്, ക്യാരറ്റ്സ്, ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ A ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ വൈറ്റമിൻ A ഏറ്റവും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കരോട്ടിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ വൈറ്റമിൻ A എന്നൊക്കെ പറയും. വൈറ്റമിൻ A ആണ്. പ്രോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന നല്ല സോഴ്സാണ്. പ്രോ ഗെയിമറാന്നൊക്കെ പറയത്തില്ലേ. പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് സോഴ്സ്, അല്ലെങ്കിൽ എഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു സൂപ്പർ സോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതാണ് കരോട്ടീൻ എന്ന് പറയുന്നത്. പ്രീ സോഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ, വൈറ്റമിൻ A എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? കാരണം വൈറ്റമിൻ A ഉണ്ടാകുന്ന പ്രീ ഫോം, മുന്നിലത്തെ രൂപം അല്ലേ. ഓക്കെ, അതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം കരോട്ടീൻ. റോ മെറ്റീരിയലാണ് സിമ്പിളി, അതാണ് പറയേണ്ടത്. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വൈറ്റമിൻ ഡിയിലേക്ക് പോകാം. വൈറ്റമിൻ D ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇത്. വൈറ്റമിൻ A പറഞ്ഞപ്പോൾ ഞാൻ കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ വൈറ്റമിൻ D പറയുമ്പോൾ എല്ലുമായിട്ട് റിലേറ്റ് ചെയ്യണം, കണക്ട് ചെയ്യാൻ പറ്റും. വൈറ്റമിൻ D വരുമ്പോൾ എല്ലുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എല്ലുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലിൽ നമുക്ക് കാണപ്പെടുന്ന മെറ്റലാണ് കാൽഷ്യം. എല്ലിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്, കാൽഷ്യമാണ്. അറ്റോമി നമ്പർ 20 ആണ്. നമ്മൾ കെമിസ്ട്രിയിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഗ്രൂപ്പും പീരീഡും എല്ലാം പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ അല്ലേ. അപ്പോൾ ഈ പറയുന്ന കാൽഷ്യത്തിൻ്റെ പിതാവാരാണ്, ഹംഫ്രി ഡേവിയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണുന്ന മെറ്റലാണ് കാൽഷ്യം, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റ് ഓക്സിജനാണ്, ഏറ്റവും കൂടുതൽ കാണുന്ന പദാർത്ഥം മെറ്റീരിയൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസ് വാട്ടറാണ്. കാൽഷ്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ, കാൽസിഫറോൾ. കാൽഷ്യം എന്ന് പറയുമ്പോൾ എല്ലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വൈറ്റമിൻ D. ഇറ്റ് ഈസ് നോൺ ആസ് സൺഷൈൻ വൈറ്റമിൻ. എന്തുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്ന് ഡയറക്റ്റ്ലി കിട്ടുന്നതാണോ? അല്ല, സൂര്യപ്രകാശത്തിൽ നമ്മൾ വൈറ്റമിൻ D ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്റ്റീറോയിഡ്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്റ്റീറോയിഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊളസ്ട്രോളാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്റ്റീറോയിഡ് ഏതാണ്? കൊളസ്ട്രോളാണ്. ദ മോസ്റ്റ് അബണ്ടൻറ്റ് സ്റ്റീറോയിഡ് ഇൻ ഹ്യൂമൻ ബോഡി. സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പെന്ന് നേർത്തുള്ളൂ, ഏറ്റവും വേണ്ട ഒരു കൊഴുപ്പാണ് കൊളസ്ട്രോൾ അല്ലേ. പക്ഷേ നമുക്ക് പലപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചേക്കുകയാണ് കൊളസ്ട്രോൾ മോശമാണെന്ന്. അല്ല, കൊളസ്ട്രോൾ ആവശ്യത്തിന് വേണം. നമ്മളെ സെല്ലൊക്കെ ഉണ്ടാക്കാനും സെല്ലിൻ്റെ വാളൊക്കെ ഉണ്ടാക്കാനും സെൽ ഓർഗനൈസൊക്കെ ഫങ്ഷൻ ചെയ്യാനും കൊളസ്ട്രോൾ വേണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കൊളസ്ട്രോളിൽ നിന്നുണ്ടാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ D. അപ്പോൾ സ്കിന്നിനകത്ത് ട്രമൻഡസ് ആയിട്ട് കൊളസ്ട്രോൾ ബേൺ ചെയ്യുമോ അല്ലേ? നമ്മളൊരു നന്നായിട്ട് കൊളസ്ട്രോൾ കഴിച്ചിട്ട് വൈറ്റമിൻ D ആക്കാൻ വെയിലുണ്ടായാൽ മതിയോ? അല്ല, ചെറിയ അളവിലെ വൈറ്റമിൻ D ഉണ്ടാവുള്ളൂ. ഓക്കെ, കൊളസ്ട്രോളൊക്കെ ബേൺ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, ഒരുപാട് കഴിക്കാതിരുന്നാൽ മതി അല്ലേ, കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആവശ്യത്തിന് ഉപയോഗിച്ചോളും. ഓക്കെ, ഇനി കൊളസ്ട്രോളിനെ വൈറ്റമിൻ D ആക്കാൻ സഹായിക്കുന്നത് സൺലൈറ്റിലെ UV കിരണങ്ങളാണ്, UV റേസ് ആണ്. സൺലൈറ്റിൽ UV റേസ് ഉണ്ട്. ഈ UV റേസിൻ്റെ ബൾബിൻ്റെ കീഴിൽ ചെന്നിരുന്ന് കഴിഞ്ഞാലും വൈറ്റമിൻ D ഉണ്ടാവും. പക്ഷെ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ്. UV റേസ് ക്യാൻസറും ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ UV റേസിൻ്റെ പ്രസൻസി കൊളസ്ട്രോൾ എന്തായി മാറും? വൈറ്റമിൻ D ആയി മാറും. ഇറ്റ് ഈസ് എ സ്റ്റീറോയിഡ് വൈറ്റമിൻ ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ സ്റ്റീറോയിഡ്
കൊളസ്ട്രോൾ, ഹെൽപ്സ് ഇൻ ബോൺ ഫംഗ്ഷനിങ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് നല്ലത് തന്നിരിക്കുന്നത്. ഓസ്റ്റിയോമറേസിയ, ഓസ്റ്റിയോപോറോസിസ്, റിക്കറ്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണിത് തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ പേര് കിടപ്പുണ്ട്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കണരോഗം. നമുക്കറിയാം റിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആണ്, അത് പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു പടം വരച്ച് ആലോചിക്കാറുണ്ട്. വൈറ്റമിൻ ഡി ഇതിനെ ഒരു സൂര്യനാക്കി സങ്കല്പിച്ചാൽ സണ്ണ് എന്നാലോചിക്കാം. ഇതിനെ ഒരു 6 സങ്കല്പിച്ചാൽ മതി. ഓക്കെ, 6 സൂര്യനാക്കിയാൽ മതി. അപ്പോൾ റിക്കറ്റ്സ്, വൈറ്റമിൻ ഡി, സണ്ണ്, ഇങ്ങനെ ഒരു പടം ആലോചിച്ചാൽ മതി. ഇന്നത്തെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേസിയ. ഓക്കെ, അതിൽ കണ്ണുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മളെ ബോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഓസ്റ്റിയോളജി സ്റ്റഡി ഓഫ് ബോൺസ് ആണ് അല്ലേ. നമ്മൾ ഓർത്തോ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ സയൻസ് ആണ്. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബോൺസ് ആണ്. ഓക്കെ, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിനകത്ത് മൊത്തം ഈ പറയുന്ന ഹോൾസ് ആവുന്ന കണ്ടീഷൻ, പോർ വരുന്ന കണ്ടീഷൻ. അതായത് ഈ ബോൺസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൺസിനകത്ത് ക്യാവിറ്റീസ് ഉണ്ട്, കുറേ ക്യാവിറ്റീസ് ഉണ്ട്, ചെറിയ ചെറിയ. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാവിറ്റീസ് നല്ലതാണ്, കാരണം അതിനകത്ത് എയർ ഫില്ല് ചെയ്യും, ബോണിനൊരു എന്താ പറയുന്നത് ഒരു എലാസ്റ്റിക് നേച്ചർ വരികയും ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ കാൽഷ്യവും വൈറ്റമിൻ ഡി ഒന്നും കൃത്യമായി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ ചെറിയ ക്യാവിറ്റീസ് അങ്ങ് വലിയ ക്യാവിറ്റീസ് ആവും. അതായത് കിഴുത്തുകളായി മാറും. കിഴുത്തുകളായി മാറുമ്പോൾ എന്ന് പറഞ്ഞാൽ ബോൺസിൻ്റെ ബലമില്ലാതെ വരും. ചെറിയൊരു തട്ട് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൺസ് ഈസിലി ബ്രേക്കബിൾ ആവും. അങ്ങനെ ബോൺസിൻ്റെ ബ്രേക്കേജ് ഉണ്ടാവും. ഓക്കെ, ബോൺസിന് അങ്ങനെ ബ്രേക്കേജ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓസ്റ്റിയോപോറോസിസ് പലർക്കും കാണും, പ്രത്യേകിച്ച് പ്രായം ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ളത്. കാരണം കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും നമ്മൾ ആഹാരമൊക്കെ കുറച്ചല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അബ്സോർപ്ഷനും അതിൻ്റെ സിന്തസിസും ബോൺ ഡെൻസിറ്റി എല്ലാം അത് കുറേ പ്രായം ചെല്ലുമ്പം സ്വാഭാവികമായിട്ട് ചെറിയ തട്ടുമുട്ടൊക്കെ വരുമ്പോൾ ഫ്രാക്ചർ വരും. കാരണം അകം പൊള്ളയാണ്. നമ്മൾ ഈ വൃക്ഷങ്ങൾ കണക്ക് നമ്മൾ ഭയങ്കര വലിയ വൃക്ഷമെന്ന് പറഞ്ഞാൽ മുറിച്ചിടും, പക്ഷേ അകം മൊത്തം പൊള്ളയായിരിക്കും. ഓക്കെ, ശരി. ഈ ഓസ്റ്റിയോമലേസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്റ്റിയോമലേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ബെൻഡ് ചെയ്യുന്ന കണ്ടീഷനാണ്. ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ബോൺ അതിങ്ങനെ വളയുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോമലേസിയ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ കാലിലെ 2 ബോൺസ് അല്ലെ, പ്രധാനപ്പെട്ട 2 ബോൺസ്. നമ്മൾ ബോൺസ് ഒരു സെഷനായിട്ട് എടുക്കും അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ടിബിയ ഫിബുല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോൺസ് ഉണ്ട്, മുട്ടിന് താഴോട്ടുള്ള ബോൺസ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാഫ് മസിൽ എന്ന് കേട്ടില്ലേ, കാഫ് അല്ലേ, കാഫ് എന്ന് ആ ഭാഗമില്ലേ. അപ്പോൾ അവിടെയുള്ള ബോൺസാണ് നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് മൊത്തം താങ്ങുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാഫ് അല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ടിബിയ ഫിബുലയുടെ ഫീമറിനെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് നിൽക്കാനും നടക്കാനും എല്ലാം പറ്റുന്നത്. പക്ഷേ എൻ്റെ ശരീരത്തിന് ഈ പറയുന്ന ബോൺസിന് ബലം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? സോഫ്റ്റായി പോകും അല്ലേ. സോഫ്റ്റ് ആവുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോമലേസിസ് എന്ന് പറഞ്ഞാൽ. ബോൺ സോഫ്റ്റനിങ് ആണ്. സോഫ്റ്റായി പോകുമ്പോൾ എന്ത് പറ്റും? ഇത് വെയിറ്റ് താങ്ങാൻ പറ്റാത്ത ഇതിങ്ങനെ ഇങ്ങനെ വളയും അല്ലേ. ഈ പറയുന്ന നമ്മളെ ബോൺസ് ഇങ്ങനെ വളഞ്ഞു പോകും. അങ്ങനെ ബോൺസ് വളയുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോമലേസിയ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടും കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ കൊണ്ട് ബോൺസ് സോഫ്റ്റായി ബോൺസിന് വെയിറ്റ് താങ്ങാൻ പറ്റാത്ത വളയുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോമലേസിയ. ഈ ഓസ്റ്റിയോമലേസിയ കുട്ടികൾക്കുണ്ടാകുമ്പോൾ അതിനെ വിളിക്കുന്നവരാണ് റിക്കറ്റ്സ്. അപ്പം റിക്കറ്റ്സ് ഈസ് എ കൈൻഡ് ഓഫ് ഓസ്റ്റിയോമലേസിയ ദാറ്റ് ഒക്കർ ഇൻ ചിൽഡ്രൻ. കുട്ടികളിലുണ്ടാകുന്ന ഓസ്റ്റിയോമലേസിയ വിളിക്കുന്നവരാണ് റിക്കറ്റ്സ്. അപ്പോൾ ഇങ്ങനെ പറയാം, ഓൾ റിക്കറ്റ്സ് ആർ ഓസ്റ്റിയോമലേസിയ ബട്ട് ഓൾ ഓസ്റ്റിയോമലേസിയ ആർ നോട്ട് റിക്കറ്റ്സ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഓസ്റ്റിയോമലേസിയ എന്നേ പറയുള്ളൂ. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കറക്റ്റ് ചെയ്യാം. പക്ഷേ റിക്കറ്റ്സ് കണരോഗം കുട്ടികൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വെയിൽ കൊള്ളിക്കുകയും വൈറ്റമിൻ ഡി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡെല്ലാം കഴിക്കുമ്പോഴും എന്ത് പറ്റും? അവരുടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ്ഹുഡ് തന്നെ നോക്കിയാൽ മതി. നമ്മൾക്ക് സ്കൂളിലും നമുക്ക് കൂടെ പഠിച്ച കുട്ടികൾക്കെല്ലാം ഇത് കണക്ക് കാലിന് വളവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലുതായി വന്നപ്പോഴത്തേക്ക് നല്ല ആഹാരമൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് പഴയ കണക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ റിക്കറ്റ്സ് ഈസ് കറക്റ്റബിൾ ഒരു പരിധി വരെ അല്ലേ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും സപ്ലിമെൻറ്റൊക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ പ്രായം ചെന്ന പ്രായത്തിൽ വയസ്സാം കാലത്തൊക്കെ അല്ലെങ്കിൽ ഒരു മധ്യ ഏജിൽ മിഡിൽ ഏജസിലൊക്കെ നമുക്ക് ഈ ഓസ്റ്റിയോമലേസിയ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. കാരണം കുട്ടികൾക്ക് ഗ്രോയിങ് ഫേസിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഗ്രോത്തിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാം. പക്ഷേ ഇൻ കേസ് ഓഫ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണെങ്കിലോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കറക്റ്റ്. ഓക്കെ, ബട്ട് ട്രീറ്റ്മെൻറ്റ് ഈസ് ദെയർ. ഒരു പരിധിവരെ നമുക്ക് എന്താ പറയുക റിവേഴ്സ് ചെയ്തെടുക്കാൻ കണ്ടീഷൻ. പക്ഷേ ഇറ്റ്സ് എ ഡേഞ്ചർ കണ്ടീഷൻ. ഓക്കെ,
ശരി, അപ്പോൾ ഇത്രയാണ് വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയാനുള്ളത്. വൈറ്റമിൻ ഡി സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് വൈറ്റമിൻ ഇയും വൈറ്റമിൻ കെയും ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വൈറ്റമിൻസ് ഉണ്ട്, അതിനകത്തേക്ക് കിടക്കും. അപ്പോൾ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള 2 വൈറ്റമിൻസാണ് പഠിച്ചത്. ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വൈറ്റമിൻ നോൺ ആസ് ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ, റിക്കറ്റ്സിനെ തടയുന്ന വൈറ്റമിൻ എന്നാണ് അർത്ഥം. വൈറ്റമിൻ ഡി ആണ് എസെൻഷ്യൽ ഫോർ ദ വൈറ്റമിൻ പ്രൊഡക്ഷൻ. സൺലൈറ്റ് ആദ്യത്തെ ഓപ്ഷൻ തന്നേക്കുന്നത് നമ്മൾ ഒരു മാർക്ക് തെറ്റിക്കാൻ വേണ്ടിയാണ്. UV റേസ് ആണ് ഉത്തരം. ഓക്കെ, UV ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? സൺലൈറ്റ് ഉണ്ട്, കാരണം UV റേസ് സൺലൈറ്റിൽ ഉണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. വൈറ്റമിൻ ഇ. ആദ്യമായിട്ട് അതിൻ്റെ കെമിക്കൽ നെയിമാണ് ടോക്കോഫെറോൾ. പഠിച്ചിരിക്കണം. ടോക്കിയോന്നോ ടോക്കോന്നോ എന്നൊക്കെ വേണം പഠിച്ചോളാം. ടോക്കോസെന്നോ ഒക്കെ പഠിക്കാം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ മസ്കുലാർ ഹെൽത്ത്. മസിൽസിന് വേണ്ടത് വൈറ്റമിൻ ഇ ആണ്. ബോൺസിന് വേണ്ടത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. മസ്കുലാർ ഹെൽത്തിന് വേണം. മസിൽസിന് മാത്രമല്ല, ബ്യൂട്ടി, അതായത് സൗന്ദര്യ ഈ പറയുന്ന വർധന വസ്തുക്കൾ അല്ലേ, ഈ പറയുന്ന മോയ്സ്ചറൈസർ തൊട്ട് ഫേസ് സിറത്തിൽ വരെ വൈറ്റമിൻ ഇ ഉണ്ട്. കാരണം ഇറ്റ്സ് എ ഗുഡ് ആൻറ്റി ഓക്സിഡൻറ്റ്, ഇറ്റ്സ് എ ഗുഡ് മോയ്സ്ചറൈസർ, ഗുഡ് സ്കിൻ കാമിങ് വൈറ്റമിൻ. അങ്ങനെ ഒരുപാട് കേസുണ്ട്. എന്താ പറയണ്ട, ടെക്സ്ചർ ഇൻഡ്യൂസിങ് അല്ലെ, മോയ്സ്ചറൈസിങ് കഴിവുള്ള സാധനമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. സ്കിൻ റിജുവിനേഷൻ, അതായത് സ്കിന്ന് റീജനറേറ്റ് ചെയ്യാനും സ്കിൻ ഹെൽത്തിനൊക്കെ സഹായിക്കുന്നു. ഇറ്റ് ഈസ് ആൾസോ ക്രൂഷ്യൽ ഫോർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. മസ്കുലാർ ഹെൽത്ത്, ബ്യൂട്ടി വൈറ്റമിൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ സാധാരണ ഈ പറയുന്ന ഇതെല്ലാം സാധാരണ ഹോർമോൺസാണ് നല്ല റോളുള്ളത്. അതുകൊണ്ട് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. കാരണം ഇറ്റ്സ് എന്താ പറയുന്നത്, ഒരു ഹോർമോൺ മിമിക്കാണ് അല്ലേ, ഹോർമോൺസിനെ പോലെയൊക്കെ പ്രവർത്തനം കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് ഡെഫിഷ്യൻസി കോസസ് സ്റ്റെറിലിറ്റി. വന്ധ്യതാ രോഗമാണ് ഈ പറഞ്ഞ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി. കാരണം റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വൈറ്റമിൻ ഇ ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാത്ത ഉള്ള കണ്ടീഷൻ, അതാണ് വന്ധ്യത. അതാണ് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി. പിന്നെ ഇറ്റ്സ് ആൻറ്റി ഓക്സിഡൻറ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻസ് ആണ്. ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ACE, ഏസ് എന്ന് ആലോചിക്കുക. ഏസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഉപയോഗിക്കുന്ന കോഡാ അല്ലേ. വൈറ്റമിൻ എ, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ആർ ആൻറ്റി ഓക്സിഡൻസ്. ശരി, ഇനി വൈറ്റമിൻ കെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ കെ ഈസ് നോൺ ആസ് ഫില്ലോക്വിനോൺ എന്നാണ് എൻ്റെ പേര്. മറ്റേത് ടോക്കോഫെറോൾ, ഫില്ലോക്വിനോൺ. ഇത് രണ്ടും ജസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകാതിരിക്കുക. ടോക്കിയോ എന്നാലോചിക്കുക, ടോക്കോഫെറോൾ. ഓക്കെ, ഇനി പ്രൊഡ്യൂസർ ബൈ ലിവറാണ്. ഈ കെ നമ്മൾ കാണുമ്പം ഈ കെയുടെ ചുനിപ്പുണ്ടോ, ഈ സാധനം, ഇതിനെ നമ്മളെടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എല്ല് കണക്കിരിക്കും. എനിക്ക് ഈ ചുനിപ്പ് കാണുമ്പോഴേ കിട്ടും എന്താണ്, എല്ലെന്നുള്ള വാക്ക് കിട്ടും അല്ലേ. കെ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു എല്ല് ചരിച്ചിട്ടേക്കുന്നത്. L ഫോർ ലിവർ എന്നാലോചിക്കുക. ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അതുകൊണ്ട് തന്നെ ലിവർ രോഗമുള്ള ഒരാളെ സംബന്ധിച്ചോളം വൈറ്റമിൻ കെ കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ വൈറ്റമിൻ കെയുടെ ഫങ്ഷൻ ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ട് ആവാതെ ഇരിക്കും. അപ്പോൾ ലിവർ രോഗികൾക്ക് രക്തം കട്ട പിടിക്കാൻ ഭയങ്കര പാടാണ്. ക്ലോട്ടിങ് ടൈം കുറയും. കാരണം വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ലിവറാണ്. ലിവറിൻ്റെ ഫങ്ഷൻ ഉണ്ട്, സിറോസിസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ലിവറിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് ടൈം കൂടും. ഓക്കെ, ശരി. ഇറ്റ്സ് ഡെഫിഷ്യൻസി കോസസ് ഹീമോഫീലിയ. കാരണം ബ്ലഡ് കൃത്യമായി കട്ട പിടിക്കത്തില്ല. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ മെക്കാനിസമാണ്. ഫൈബ്രിനോജൻ എന്നോ പഠിക്കാം. എന്തായി മാറ്റും? ഫൈബ്രിനായി മാറും. ഇതിന് സഹായിക്കുന്ന ആളാണ് വൈറ്റമിൻ കെ. ഓക്കെ, ഫൈബറിനാക്കാൻ സഹായിക്കുന്ന ആളാണ് വൈറ്റമിൻ കെ. ഈ ഫൈബറിന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രിനോജൻ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു റിയാക്ഷൻ വൈറ്റമിൻ കെ മാത്രമല്ല, ഒരു 10-13 ആൾക്കാരുണ്ട്, അതിനകത്ത് ഒരാളാണ് വൈറ്റമിൻ കെ. ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കുക, ഒരു മറ്റേ നൂലൊക്കെ നമ്മൾ ചുരുട്ടി വയ്ക്കുന്ന കണക്ക്. ഇത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന സ്ഥലത്താകുമ്പോൾ ഈ നൂല് തിരിച്ചഴിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ചുരുട്ടി വെച്ചേക്കുന്ന സാധനം അഴിക്കുമ്പോൾ എന്ത് പറ്റും? നീളത്തിലുള്ള ഒരു സ്ട്രാൻഡ് കിട്ടും. ഈ സ്ട്രാൻഡ്സിനെയാണ് ഫൈബ്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരി എന്ത് ചെയ്യും? ഫൈബ്രിൻസിനെ ഇങ്ങനെ അടുക്കിയിട്ട് ഒരു മെഷ് കണക്ക് നെറ്റ് ഉണ്ടാക്കും. ഇതാണ് ബ്ലഡ് ക്ലോട്ട്. ഓക്കെ, ഈ ബ്ലഡ് ക്ലോട്ടിന് സഹായിക്കുന്നത് ഒരു 10-13 ഫാക്ടേഴ്സ് ഉണ്ട്. ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ച ഡിഗ്രിക്കൊക്കെ പഠിച്ച ആൾക്കാർക്ക് എസ്സെയാണ്. ഓക്കെ, അപ്പോൾ ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നവനാണ്. ഫൈബറിനെ ഉണ്ടാക്കുന്നവൻ ഫൈബ്രിനോജൻ. ഫൈബർ നെറ്റ്വർക്കാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ തടയുന്നത്. അതിന് സഹായിക്കുന്ന ഒരാൾ വൈറ്റമിൻ കെ ആണ്. ഈ വൈറ്റമിൻ കെ ഒക്കെ ഈ പറഞ്ഞ സ്ട്രക്ചർ സ്റ്റെബിലൈസ് ചെയ്യാനും ഈ റിയാക്ഷൻ നടക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിരിക്കുക.
ഓക്കെ. ഇനി ഇതിനകത്തുള്ള കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവർ രോഗികൾക്ക് പ്രോപ്പറായിട്ട് ക്ലോട്ട് ആവാതിരിക്കും, ബ്ലഡ് ക്ലോട്ട് ആവാത്തൊരു എന്താ പറയുന്നത് ബ്ലഡ് ലോസൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം അവർക്ക് വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് കൊടുക്കാറാണ് പതിവ്. ഓക്കെ, ശരി. ഇനി ഹീമോഫീലിയ അറിയാമല്ലോ, റോയൽ ഡിസീസ്. കാരണം ബ്ലഡ് കട്ട പിടിക്കാത്ത കണ്ടീഷനാണ് ഹീമോഫീലിയ. ഇത് ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോയൽ ഡിസീസ് എന്ന് പറയുന്നത്, അല്ലേ? റോയൽ ചേർത്ത് പറയുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വൈറ്റമിൻ കെ, സിമ്പിളാണ്. അടുത്ത വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്താണ്? ഒരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. അതിൻ്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമാണ്. കെമിക്കൽ നെയിം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് മോർ ഓഫ് നമുക്കറിയാമല്ലോ, കെമിസ്ട്രി ടോപ്പിക്കാണ്, ബയോകെമിസ്ട്രിയാണിത്. ഓക്കെ, അസ്കോർബിക് ആസിഡാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ സി സാധാരണ ഞാൻ പഠിക്കത്തില്ല. ഇത് നമ്മൾ ഉപയോഗിച്ച് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചൂവബിൾ ടാബ്ലറ്റൊക്കെ നമ്മൾ കിട്ടും വൈറ്റമിൻ സിയുടെ, ലിംസിയും സെലിനൊക്കെ പോലുള്ള നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഫെമിലിയറാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ സി ഉള്ളത് എടുത്താൽ മതി. കണ്ടോ, ഇവിടെ 1 സി, 2 സി, 3 സി. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ സി എന്ന് തന്നിട്ട് ഏറ്റവും വിച്ച് ഈസ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സി ഉള്ള ഒരു ഓപ്ഷൻ എടുത്താൽ മതി. ഇപ്പോൾ വേറെ എക്സാമ്പിൾ തരാം. അപ്പോൾ പാൻറ്റോതെനിക് ആസിഡ് എന്ന് വരും ഓപ്ഷൻ. 2 സി ഉള്ളൂ, പാൻറ്റോതെനിക് ആസിഡ്. കാൽസിഫെറോൾ എന്ന ഓപ്ഷനിൽ തരാം, അതിനകത്ത് 2 സി ഉള്ളൂ. ഏറ്റവും കൂടുതൽ സി ഉള്ള ഓപ്ഷൻ അങ്ങ് കറപ്പിക്കുക, അതിൽ കൊള്ളൊന്നുമില്ല. പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി നൽകും. കാരണം WBCയുടെ ഹെൽത്തിന് വേണ്ടി വൈറ്റമിൻ സി പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് സിട്രസ് ഫ്രൂട്ട് വൈറ്റമിൻ. എന്തുകൊണ്ടാണ് സിട്രസ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? സിട്രസ് ഫ്രൂട്ട്സായ ലെമണിനകത്തും ഓറഞ്ചിനകത്തും എല്ലാം വൈറ്റമിൻ സി നന്നായിട്ടുണ്ട്. പിന്നെ ആംലയ്ക്കുണ്ട്, ആംല നമ്മളെ നെല്ലിക്കയിനകത്തെല്ലാം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നെല്ലിക്കയുള്ള ചവനപ്രാശമൊക്കെ നമുക്ക് പ്രതിരോധശേഷി നൽകുന്നത്. ഇനി അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് സ്കർവി. സ്കർവി എന്ന് വിളിക്കുന്നത് സെയിലേഴ്സ് ഡിസീസാണ്. കാരണം നാവികരുടെ പ്ലേഗ്, നാവികരുടെ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് സ്കർവിയാണ്. അതായത് നമ്മൾ ഈ പൈറേറ്റ്സിൻ്റെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൈറേറ്റ്സിൻ്റെയൊക്കെ മുഖം ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ചുണ്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ഒരു പ്രത്യേക രീതിയിൽ ആണ് അതിരിക്കുന്നത്. കാരണം അവർക്ക് ഈ സ്കർവി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ട്. കാരണം വർഷങ്ങൾ ചിലപ്പോൾ അവർ കടലിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ വൈറ്റമിൻ സി ഉള്ള ഫുഡ് കിട്ടണമെന്നില്ല. ഫ്രഷ് ഫുഡിലാണ് കൂടുതലും വൈറ്റമിൻ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ കേട്ടോ, ഫ്രഷ് ഫുഡ്. ഓക്കെ, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. പലപ്പോഴും നമ്മൾ ഈ ചൂടാക്കുമ്പോഴും ഈ വൈറ്റമിൻ സി നഷ്ടപ്പെടും. അതെ, ഓറഞ്ച് കേക്കിനകത്ത് കാണത്തില്ല വൈറ്റമിൻ സി, പക്ഷേ ഓറഞ്ച് ജ്യൂസിനകത്ത്, ഓറഞ്ചിനകത്തും കാണും. ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും വൈറ്റമിൻ സി അങ്ങ് നശിച്ചങ്ങ് പോവും. ഓക്കെ, അതണക്ക് തന്നെ പലപ്പോഴും ഈ നെല്ലിക്കയായിട്ട് അരിഷ്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണും, അല്ലെങ്കിൽ ലേഹ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ വൈറ്റമിൻ സിയുടെ അളവ് ഭയങ്കരമായിട്ട് കുറയും. ഓക്കെ, അപ്പം എന്നാലും വൈറ്റമിൻ സി പൂർണ്ണ നശിക്കത്തില്ല, പക്ഷേ കുറേയൊക്കെ നഷ്ടപ്പെട്ട് പോകും. അപ്പം ഈ പറഞ്ഞ ഫ്രഷ് ഫുഡിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ പൈറേറ്റ്സിനൊന്നും അത്രയും നാൾ കടലിൽ സ്പെൻഡ് ചെയ്യുമ്പം ഈ ഫ്രഷ് ഫുഡ് കിട്ടാതെ വരും. പൊതുവേ സെയിലേഴ്സിനെല്ലാം ഈ പ്രശ്നമുണ്ട്, നാവികർക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പറ്റും? അവരെ ചുണ്ടൊക്കെ ഒരു വിണ്ട് കയറി ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് സ്കർവി. ഇതിൻ്റെ അഡ്വാൻസ് ഫോം ശരീരം മൊത്തം ബാധിച്ച ആൾ മരിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ സി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ ഒരു എന്താ പറയേണ്ടത് ഒരു പ്രിവെൻഷൻ. അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, സ്കർവി ഇസ് എ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വിച്ച് വൈറ്റമിൻ? വൈറ്റമിൻ സി ആണ്. സിട്രസ് ഫ്രൂട്ട് വൈറ്റമിൻ, പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി. അസ്കോർബിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. അസ്കോർബിക് ആസിഡ് മറക്കരുത്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് ഓപ്ഷൻ കാണുമ്പം 100% നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് വൈറ്റമിൻ സിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ എ, ഡി, ഇ, സി വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബി കോംപ്ലക്സ് വൈറ്റമിൻസ് കൂടെ ഉള്ളൂ. എത്ര ഉണ്ട്? 8 ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ട്. നമ്മൾ 5 എണ്ണം ഡിസ്കസ് ചെയ്തു, ഇനി 8 എണ്ണം കൂടെ, മൊത്തം 13 എണ്ണം ഡിസ്കസ് ചെയ്യാണ്ട് 1 മാർക്ക് വീണിരിക്കും 100%. അപ്പം ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എളുപ്പമായിട്ട് നമുക്ക് ഇത് എന്താ പറയേണ്ടത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല. എന്താണോ അതിൻ്റെ പഠിക്കേണ്ടത് അത് കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും അധികം പറഞ്ഞിട്ടില്ല, എല്ലാം അപ് ടു ദ പോയിൻറ്റ്.